തട്ടിപ്പ് കേസിൽ തന്നെ പ്രതി ചേർത്ത വിവരം അറിഞ്ഞുപോലുമില്ലെന്ന് കോൺഗ്രസ് മുൻ നേതാവ് ലാലി വിൻസെന്റ്. അനന്തകൃഷ്ണനുമായുള്ളത് നിയമോപദേശക എന്ന രീതിയിലുള്ള ബന്ധം മാത്രമാണ്. പദ്ധതി സുതാര്യമാണെന്നും കേരളം മുഴുവൻ ഏറ്റെടുത്ത ജനോപകാരപ്രദമായ പദ്ധതിയെ തട്ടിപ്പെന്ന് വിളിക്കുന്നത് മനുഷ്യത്വരഹിതമായ നിലപാടാണെന്നും ലാലി വിൻസെന്റ് മീഡിയ വണ്ണോട് പറഞ്ഞു. കേരളം ചർച്ച ചെയ്യുന്ന ഒരു വലിയൊരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ശ്രീമതി ലാലി വിൻസെന്റിനെ കൂടി പ്രതി ചേർത്തു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ലാലി വിൻസെന്റിന്റെ പ്രതികരണമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. ഇപ്പോൾ 7ാം പ്രതിയായിട്ടാണ് കണ്ണൂരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഞാനിങ്ങനെ മാധ്യമങ്ങൾ പറഞ്ഞാണ് അറിഞ്ഞത്. എന്നെ പോലീസ് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചെല്ലും. എന്നോട് കീഴടങ്ങാൻ പറഞ്ഞാൽ ഞാൻ കീഴടങ്ങും. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പോലീസിനോട് പറയും. പിന്നെ ബഹുമാനപ്പെട്ട പോലീസാണ് അന്വേഷിക്കേണ്ടത്. പ്രതിപട്ടികയിൽ നിർത്തണോ നീക്കം ചെയ്യണോ എന്നൊക്കെ ബഹുമാനപ്പെട്ട പോലീസ് തീരുമാനിക്കും. ഞാൻ നിയമോപദേശം കൊടുത്തിട്ടുണ്ട് എന്നത് ശരിയാണ്. വക്കീലെന്നുള്ള നിലയിൽ അനന്തകൃഷ്ണൻ്റെ കമ്പനി ഡീലേഴ്സുമായി സംസാരിച്ചിട്ടുണ്ട്, എഗ്രിമെൻറ്റുകൾ വയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്, എല്ലാം ശരിയാണ്. അപ്പോൾ ഇത് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ആണ് ഈ ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങിയതും പിന്നീട് ഒരുപാട് ശൃംഖലകളായി വളർന്ന ഒരു സാഹചര്യമാണ്. പിന്നീട് അതൊരു തട്ടിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഏതെങ്കിലും സമയത്ത് ഇത് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നു എന്ന് തോന്നിയിരുന്നു? തട്ടിപ്പ് എന്നുള്ള വാക്ക് ഞാൻ നിഷേധിക്കും. കാരണം തട്ടിപ്പിൻ്റെ ഒരു സാഹചര്യമില്ല. എല്ലാം ബാങ്കുകളിലൂടെയാണ്, എല്ലാം ട്രാൻസാക്ഷൻസും ബാങ്കിലൂടെയാണ് ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ 50% ഗുണഭോക്തൃ വിഹിതം സീഡ് വഴി ഗുണഭോക്താക്കൾ സ്പിയാഡ്സ് വഴി അനന്തകൃഷ്ണൻ്റെ കൺസൾട്ടിങ് ഏജൻസിയിലേക്ക് പണമിടുമ്പോഴും അതിൽ NGO കോൺഫെഡറേഷൻ്റെ ഭാരവാഹികളുടെ NGOs ധാരാളമുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ NGOs ധാരാളമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്, ആരും ഇല്ലാതില്ല. വലിയ വലിയ ആളുകളുണ്ട് എന്ന് എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വക്കീൽ പണി എടുക്കാൻ സമ്മതിച്ചതുപോലെ ഈ വക കാര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പണം ധാരാളം ഗുണഭോക്താക്കളിൽ നിന്ന് സീഡിൽ വരികയും ഗുണഭോക്താക്കളിൽ നിന്ന് സീഡിൽ വന്ന പണം ഇവർക്ക് ലഭിക്കുകയും വിതരണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ CSR ഫണ്ട് കിട്ടാൻ കാലതാമസമുണ്ടായപ്പോൾ വർക്ക് സ്റ്റാഗ്നൻ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്.